ഫ്രണ്ട്സ്, എൻ്റെ പേര് സുജയ്. ഞാൻ പാലക്കാട് കാഞ്ഞിരപ്പുഴ സെന്റ് തോമസ് ഐടിയിലെ ടൂൾ ആൻഡ് ടൈ മേക്കർ ഇൻസ്ട്രക്ടറാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ ഹൈറ്റ് ഗേജിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെ നമ്മൾ ഒരു മൈക്രോമീറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മൈക്രോമീറ്റർ പല ടൈപ്പുണ്ട്. എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ, ഇൻസൈഡ് മൈക്രോമീറ്റർ, ഡെപ്ത് മൈക്രോമീറ്റർ, അങ്ങനെ പലതരത്തിലുള്ള മൈക്രോമീറ്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഔട്ട്സൈഡ് മൈക്രോമീറ്ററിനെ കുറിച്ചാണ്. നമ്മൾ ഇതിലൂടെ പ്രധാനമായിട്ട് നോക്കുന്നത് ചില കാര്യങ്ങളാണ്. അതിന്റെ പാർട്സ്, ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന്റെ പാർട്സ്, എന്തൊക്കെയാണ് പാർട്സ്, അതിന്റെ ഫങ്ഷൻസ്, അതേപോലെ തന്നെ ഗ്രാജുവേഷൻസ് ഓഫ് മെട്രിക് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ, അതുപോലെ തന്നെ റീഡിംഗ് ഡയമെൻഷൻ വിത്ത് ഔട്ട്സൈഡ് മൈക്രോമീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ? എന്താണ് മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ? ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. 0.01 mm അക്യുറസിയിൽ ഒരു ഡയമെൻഷൻ അളക്കുന്നതിന് വേണ്ടി, എന്നുവെച്ചാൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകം പറയണം, ഒരു ഔട്ട്സൈഡ് ഡയമെൻഷൻ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോമീറ്റർ. അതിന്റെ ലീസ്റ്റ് കൗണ്ട് ആണ് 0.01 mm. അതേപോലെ തന്നെ അക്യുറസിയും 0.01 mm ആണ്. ഇനി നമുക്ക് ഒരു മൈക്രോമീറ്റർ നോക്കാം. ഇതാണ് ഒരു ഔട്ട്സൈഡ് മൈക്രോമീറ്റർ. ഇതാണ് ഒരു ഔട്ട്സൈഡ് മൈക്രോമീറ്റർ. ഇത് 0.25 mm ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ആണ്. 0 മുതൽ 25 mm വരെയുള്ള അളവുകൾ അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൈക്രോമീറ്റർ ആണ് ഇത്. അപ്പോൾ ഇതിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് പറയുന്ന കാര്യങ്ങൾ ഔട്ട്സൈഡ് മൈക്രോമീറ്റർ 0.25 mm. 0.25 mm ഔട്ട്സൈഡ് മൈക്രോമീറ്റർ. നമ്മൾ ഇതിന്റെ പാർട്സുകൾ നോക്കാം. ഈ ബ്ലൂ കളർ കാണുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ ഫ്രെയിം എന്ന് വിളിക്കുന്നത്. ഒരു സി ഷേപ്പാണ്, ഒരു സി ഷേപ്പാണ് ഉള്ളത്. ഇതിനെയാണ് നമ്മൾ ഫ്രെയിം എന്ന് വിളിക്കുന്നത്. ഈ ഫ്രെയിമിന് രണ്ട് മെഷറിംഗ് ഫേസസ് ഉണ്ട്. ഇതാണ് രണ്ട് മെഷറിംഗ് ഫേസ്. ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പാണ് നമ്മൾ അളക്കുന്നത്. അപ്പോൾ ഫ്രെയിമിനോട് കൂടിച്ചേർന്നിരിക്കുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് ആംഗിൾ എന്നുള്ളത്. അപ്പൊ ഇതാണ് ആംഗിൾ. അത് ഫിക്സ്ഡ് യൂണിറ്റ് ആണ്. ചില മൈക്രോമീറ്ററുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ഈ മൈക്രോമീറ്റർ ഫിക്സ്ഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്. ഇതിനെ പറയുന്ന പേരാണ് ആംഗിൾ. അതിന്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആക്കി എടുത്തിട്ടുണ്ടാവും, അതേപോലെ തന്നെ ഹാർഡൻ ചെയ്തിട്ടുണ്ടാവും. ചില മൈക്രോമീറ്ററുകളിൽ ഇതിന്റെ ഫേസിൽ കാർബൺ ടിപ്പ് നൽകിയിട്ടുണ്ടാവും, കാരണം ഡാമേജ് ഒന്നും ഇല്ലാതെ ഇയറൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ടാവും. ഇനി അടുത്ത മെഷറിംഗ് ഫേസ് ആണ് സ്പിൻഡിൽ. സ്പിൻഡിലും ആംഗിളിനെ പറഞ്ഞ പോലെ തന്നെ മെഷറിംഗ് ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ ഹൈലി ഫ്ലാറ്റ് ഫിനിഷ് ആണ്. ഒരു കാർബൺ ടിപ്പ് അതിൽ പ്ലേസ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടാവും. ഇനിയുള്ള ഭാഗങ്ങൾ നോക്കാം. ഒരു ലോക്ക് നെറ്റ് ഉണ്ട്. ഇതാണ് ലോക്ക് നെറ്റ്. അതേപോലെ തന്നെ ബാരൽ സ്ലീവ് എന്ന് പറഞ്ഞ ഭാഗത്താണ്. ഇതാണ് ബാരൽ സ്ലീവ്. ഇത് തിമ്പൽ. ഈ ഭാഗത്ത് പറയുന്ന പേരാണ് തിമ്പൽ. അതേപോലെ തന്നെ ലാസ്റ്റ് ഈ ഭാഗത്ത് പറയുന്ന പേരാണ് റാച്ചറ്റ് സ്റ്റോക്ക്. ഇനി നമുക്ക് പാർട്സുകൾ ഒന്നും കൂടി നോക്കാം. സ്പിൻഡിൽ, ആൻവിൽ, ഫ്രെയിം, ആൻവിൽ, സ്പിൻഡിൽ, ലോക്ക് നെറ്റ്, ബാരൽ സ്ലീവ്, തിമ്പൽ, റാച്ചറ്റ് സ്റ്റോക്ക്. ഇത്രയും ഭാഗങ്ങളാണ് ഒരു ഔട്ട്സൈഡ് മൈക്രോമീറ്ററിന് ഉള്ളത്. അപ്പൊ ഇതിലെ ഓരോ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, നമുക്ക് ഓരോ പാർട്ടിനും ഓരോ പർപ്പസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞ റാച്ചറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും പാർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് യൂണിഫോം പ്രഷർ നൽകാൻ വേണ്ടിയിട്ടാണ്. മെഷറിംഗ് ചെയ്യുന്ന സമയത്ത് രണ്ട് ഫേസുകളിലും യൂണിഫോം ആയിട്ടുള്ള പ്രഷർ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് റാച്ചറ്റ് സ്റ്റോക്ക് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിലേക്ക് കടക്കാം. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. നെറ്റ് ആൻഡ് ബോൾട്ട്, സ്ക്രൂ ആൻഡ് ബോൾട്ട് നെറ്റ് നമ്മൾ പറയുന്ന വർക്കിംഗ് പ്രിൻസിപ്പിളിലാണ് പ്രവർത്തിക്കുന്നത്. നെറ്റ് ആൻഡ് ബോൾട്ട് എന്നാണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിയപ്പെടുന്നത്. കാരണം ഈ സ്പിൻഡലിന്റെ എൻഡിൽ ഒരു ത്രെഡഡ് ആയിട്ടുള്ള ഷാഫ്റ്റ് ആണ് കൊടുത്തത്. സ്പിൻഡൽ എന്ന് പറഞ്ഞാൽ അതിന്റെ എൻഡിൽ ത്രെഡ് കൊടുത്തിട്ടുണ്ട്. ആ ത്രെഡ് ഇതിനുള്ളിൽ നൽകിയിട്ടുള്ള ഒരു ഫിക്സ്ഡ് നെറ്റിനുള്ളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണോ നെറ്റും ബോൾട്ടും അഡ്വാൻസ് ചെയ്യുന്നത്, ആ സെയിം മെത്തേഡ് വഴിയാണ് ഇതിൽ സ്പിൻഡിൽ അഡ്വാൻസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നെറ്റ് ആൻഡ് ബോൾട്ട്, ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ നെറ്റ് ആൻഡ് ബോൾട്ട് എന്ന് വിളിക്കാനുള്ള കാരണം. ഒരു നെറ്റും ബോൾട്ടും എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതി പ്രകാരം തന്നെയാണ് ഇതും പ്രവർത്തിക്കുന്നത്. ഇനി നമ്മൾ ഇതിലെ ഗ്രാജുവേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് തരം ഗ്രാജുവേഷൻസ് ആണ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. രണ്ട് ഗ്രാജുവേഷൻസ് ആണ് നമുക്ക് ഇതിൽ ഉള്ളത്. ഫസ്റ്റ് നമുക്ക് നോക്കാം
ഇതിലെ ബാരൽ ഡിവിഷൻസ്. ബാരൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തെയാണ് നമ്മൾ ബാരൽ എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല, ഈ ഭാഗത്തെയാണ് നമ്മൾ ബാരൽ എന്ന് വിളിക്കുന്നത്. ബാരലിന് മുകളിൽ ഒരു പാർട്ട് ഉണ്ട്, ആ പാർട്ടിന്റെ പേരാണ് തിമ്പലി. ഈ ഭാഗത്തെ പേരാണ് തിമ്പലി. അപ്പൊ ഈ ബാരലിൽ നോക്കി നോക്കുക. ബാരൽ എങ്ങനെയാ വെച്ചാൽ ഒരു ഡാറ്റൽ ലൈൻ വരച്ചിട്ടുണ്ട്. ഡാറ്റൽ ലൈൻ എന്ന് പറഞ്ഞാൽ ബാരലിന്റെ നടുവിലായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനിന് പറയുന്ന പേരാണ് ഡാറ്റൽ ലൈൻ. ആ ഡാറ്റൽ ലൈനിന്റെ നീളം എന്ന് പറഞ്ഞാൽ 25 mm ആണ്. ഈ ഡാറ്റൽ ലൈനിന്റെ നീളം 25 mm ആണ്. ഈ ഡാറ്റൽ ലൈനിന് മുകളിലും താഴെയുമായി ഗ്രാജുവേഷൻസ് നൽകിയിട്ടുണ്ട്. മുകളിൽ കൊടുത്തുള്ള ഗ്രാജുവേഷൻസ് നോക്കി നോക്കാം. 0, 1, 2, 3, 4, 5. അഞ്ചാമത്തെ ലൈൻ ലോങ് ലൈൻ വരച്ചിട്ടുണ്ട്. 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. അപ്പൊ ഡാറ്റൽ ലൈനിന്റെ മുകളിലായിട്ട് ബാരലിലെ ഡാറ്റൽ ലൈനിന്റെ മുകളിലായിട്ട് 25 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ലൈനും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓരോ എംഎമ്മിനെയാണ്. ഈച്ച് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് 1 എംഎമ്മിനെയാണ്. അതേപോലെ തന്നെ ഈ ഡാറ്റൽ ലൈനിന്റെ താഴെയായി വേറൊരു 25 ലൈൻസ് വരച്ചിട്ടുണ്ട്. താഴെ വേറെ 25 ലൈൻസ് വരച്ചിട്ടുണ്ട്. ഓരോ ലൈനും റെപ്രസെന്റ് ചെയ്യുന്നത് ഹാഫ് എംഎമ്മിനെയാണ്, 1/2 എംഎമ്മിനെയാണ് ഓരോ ലൈനും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കി നോക്കുക, ബാരലിന്റെ ഗ്രാജുവേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ബാരലിൽ ഒരു ഡാറ്റൽ ലൈൻ വരച്ചിട്ടുണ്ട്. ആ ഡാറ്റൽ ലൈനിൽ 25 mm ആണ് ഡാറ്റൽ ലൈനിന്റെ നീളം. ആ ഡാറ്റൽ ലൈനിന് മുകളിൽ 25 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്തിട്ടുള്ള ഓരോ ലൈനും ഓരോ എംഎമ്മിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. താഴെ കൊടുത്തിട്ടുള്ള ഓരോ ലൈനും 1/2 എംഎമ്മിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അതിന്റെ രണ്ടാമത്തെ ഗ്രാജുവേഷൻ കൊടുത്തിട്ടുള്ള ഭാഗമാണ് തിമ്പൽ. തിമ്പൽ എന്ന് പറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ബെവൽഡ് ആയിട്ടുള്ള സർഫസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ ബെവൽഡ് ആയിട്ടുള്ള സർഫസിന്റെ സർക്കംഫറൻസിൽ 50 ഡിവിഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ സർക്കംഫറൻസിൽ 50 ഡിവിഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് കൊടുത്തിട്ടുള്ള എങ്ങനെയാ വെച്ചാൽ 0, 5, 10, 15, 20, 25, 30, 35, 40, 45, 50 അങ്ങനെയാണ് അതിൽ 50 ഡിവിഷൻസ് നൽകിയിട്ടുള്ളത്. നോക്കി നോക്കുക. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബാരലിൽ കൊടുത്തുള്ള ഡിവിഷൻസ്. ഒരു ഡാറ്റൽ ലൈൻ കാണാം. ആ ഡാറ്റൽ ലൈനിന്റെ മുകളിൽ 25 ലൈൻസ് ഓരോന്നും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ എംഎമ്മിനെയാണ്. താഴെ 1/2 എംഎമ്മിന്റെ ലൈൻസ് ഉണ്ട്, അത് റെപ്രസെന്റ് ചെയ്യുന്നത് 1/2 എംഎമ്മിനെയാണ്. ഇനി ഇതാണ് തിമ്പൽ എന്ന് പറഞ്ഞ ഡിവിഷൻ. തിമ്പലിൽ നോക്കി നോക്കുക, 0 മുതൽ 50 വരെ ഡിവിഷൻസ് അതിൽ കാണാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഗ്രാജുവേഷൻസ് നൽകിയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അപ്പൊ ഇത് നോക്കിയാൽ മതി. ഒരു ഡാറ്റൽ ലൈൻ നൽകി, ഡാറ്റൽ ലൈൻ 25 ആവും. അതിന് മുകളിൽ 25 ലൈൻസ് ഉണ്ട്. ഓരോ ലൈനും റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ എംഎമ്മിനെ. താഴെ വേറെ 25 ലൈൻസ് ഉണ്ട്, അതോടൊപ്പം റെപ്രസെന്റ് ചെയ്യുന്നത് 1/2 എംഎമ്മിനെയാണ്. ഇനി തിമ്പലിന്റെ ഗ്രാജുവേഷൻ പറയുകയാണ്. തിമ്പൽ എന്ന് പറഞ്ഞാൽ ഒരു ബെവൽഡ് സർഫസ് ആണ്. അതിന്റെ സർക്കംഫറൻസിനാണ് ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ 0 മുതൽ 50 വരെ ഡിവിഷൻസ് നൽകിയിട്ടുണ്ട്. ഓരോ അഞ്ചാമത്തെ ലൈൻ ലോങ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്പർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നട്ട് ആൻഡ് ബോൾട്ട് ആണെന്നുള്ളത്. അപ്പൊ സ്പിൻഡലിന്റെ എൻഡിൽ ഒരു ത്രെഡഡ് ആയിട്ടുള്ള ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്, ഒരു ബോൾട്ടിനെ പോലെ. അപ്പൊ അതിനെ അക്കോമഡേറ്റ് ചെയ്ത് പോകുന്ന ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള നെറ്റ് ഉണ്ട്. ആ ത്രെഡഡ് പാർട്ടിന്റെ പിച്ച് എന്ന് പറഞ്ഞാൽ 0.5 mm ആണ്. അതിന്റെ പിച്ച് എന്ന് പറഞ്ഞാൽ 0.5 mm ആണ് ആ സ്പിൻഡലിൽ കൊടുത്തിട്ടുള്ള ത്രെഡിന്റെ പിച്ച്. അതുകൊണ്ട് തന്നെ ഇത് ഒരു സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണ്. സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താ?
പിച്ചും ലീഡും ഈക്വൽ ആവും. ലീഡ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ റൊട്ടേഷനിൽ എത്രയാണോ അഡ്വാൻസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ പിച്ചും ലീഡും ഈക്വൽ ആവും സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിൽ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആണ്. ആയതുകൊണ്ട് തന്നെ നമ്മൾ തിമ്പല് ഒരു വട്ടം കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് തിമ്പൽ 0 തുടങ്ങി നമ്മൾ പറഞ്ഞ സർക്കംഫറൻസ് ആണെന്നുള്ളത്. അപ്പൊ 0 തുടങ്ങി 0 തിരിച്ചെത്തുന്ന സമയം എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷനിൽ സ്പിൻഡിൽ അഡ്വാൻസ് ആവുന്ന എമൗണ്ട് അതിന്റെ പിച്ചിന് ഈക്വൽ ആയിരിക്കും. ഒരു വട്ടം തിമ്പല് റൊട്ടേറ്റ് ചെയ്യുന്നത് 0 തുടങ്ങി 0 അവസാനിക്കുമ്പോൾ എത്രയാണോ അതിന്റെ പിച്ച് അതിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് നമ്മൾ ഒരു വട്ടം ഫുള്ളായി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പിൻഡിൽ അഡ്വാൻസ് ആവുന്ന എമൗണ്ട് 1/2 mm ആണ്, 0.5 ആണ്. ആയതുകൊണ്ട് തന്നെ നമ്മളിത് 1/2 mm അഡ്വാൻസ് ആവുന്ന ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പിച്ച് എന്ന് പറഞ്ഞാൽ 1/2 mm ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡാണ്, പിച്ചും ലീഡും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് ഫൈൻഡ് ചെയ്യാം. അപ്പൊ ലീസ്റ്റ് കൗണ്ട് ഫൈൻഡ് ചെയ്തതിന് ശേഷം നമുക്കറിയാം 1 mm ആണ് ഡയറക്റ്റ് ലൈനിൽ കൊടുത്തിട്ടുള്ളത്, അതിന് താഴെയുള്ള 1/2 mm ആണെന്ന് നമുക്കറിയാം. പക്ഷെ തിമ്പൽ ഗ്രാജുവേഷന്റെ അളവ് നമുക്കറിയില്ല. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമുക്ക് അളക്കാൻ സാധിക്കുന്ന അതിന്റെ ഏറ്റവും ചെറിയ അളവിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ലീസ്റ്റ് കൗണ്ട് കാണാനുള്ള ഫോർമുല എന്താണെന്ന്. ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ എത്രയാണ് അഡ്വാൻസ് ആവുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1/2 mm ആണുള്ളത്, 0.5 1/2 mm ആണ് അഡ്വാൻസ് ആവുന്നത്. 0.50 into 1/50 50 ഡിവിഷൻസ് ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. അതിന് ഒരു ഡിവിഷന്റെ വാല്യൂ ആണ് നമുക്ക് അറിയാനുള്ളത്. അപ്പൊ ഇതാണ് നമുക്ക് ലീസ്റ്റ് കൗണ്ട് കാണാനുള്ള ഫോർമുല. 0.5 into 1/50. 0.5 എന്ന് പറഞ്ഞാൽ തിമ്പല് ഒരു റൊട്ടേഷനില് ഒരു കംപ്ലീറ്റ് റൊട്ടേഷനിൽ എത്രമാത്രം സ്പിൻഡിൽ അഡ്വാൻസ് ആകുന്നു, തിമ്പലിന്റെ ഒരു കംപ്ലീറ്റ് റൊട്ടേഷനിൽ സ്പിൻഡിൽ എത്രമാത്രം അഡ്വാൻസ് ആകുന്നു, അതാണ് 0.5. ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻ തിമ്പലിന്റെ അത് 50 ആണ്. അതിൽ ഒരു ഡിവിഷന്റെ വാല്യൂ അറിയണം. അതുകൊണ്ട് 0.5 into 1/50 നമുക്ക് ഉത്തരം കിട്ടുന്നത് 0.01 mm എന്നാണ്. 0.01 mm. അപ്പൊ ഇത്രയും അക്യുറസിയിൽ നമുക്ക് വർണ്ണിയ കാലിബ്രർ വെച്ച് നമുക്ക് അളക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ വർണ്ണിയ കാലിബ്രർ നമ്മൾ പറഞ്ഞിരുന്നു 1 MST - 1 VST എന്നുള്ള ഫോർമുല വെച്ചിട്ട്. അപ്പൊ നമുക്ക് അവിടെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ 0.02 mm ആണ്. 0.01 എന്ന് പറഞ്ഞാൽ വളരെ വലിയ അക്യുറസി ആണ് വർണ്ണിയ കാലിബ്രറുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇത് വെച്ച് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നോക്കാം.